വലയൊന്ന് കുലുങ്ങിയെങ്കിലും അവസാന മിനിറ്റിൽ ബെൽജിയത്തിന് മുന്നിൽ സ്പെയിൻ തന്നെ ചിരിച്ചു. ലോസ് ആഞ്ചലസിലെ കൂറ്റൻ സ്റ്റേഡിയത്തിൽ പാസുകളുടെ തിരുമല തീർത്ത സ്പെയിനെ പിടിച്ചുകെട്ടാൻ കോട്ട കിട്ടിയെങ്കിലും ആ പ്രതിരോധ കോട്ട 2 തവണ തകർന്നു. കരുത്തും വേഗതയുമായിരുന്നു ബെൽജിയത്തിന്റെ കുന്തമുന. എന്നാൽ സൂപ്പർ സബായി ഇറങ്ങിയ മൈക്കിൾ മുറീനയുടെ ഗോളിൽ ആ സമനിലക്കുരുക്ക് പൊട്ടിച്ച സ്പെയിൻ സെമിയിലേക്കുള്ള ടിക്കറ്റ് എടുത്തു. നിശ്ചിത സമയം കഴിഞ്ഞും മത്സരം മുന്നോട്ട് പോകുമെന്ന് തോന്നിപ്പിച്ചപ്പോഴാണ് രണ്ടാം പകുതിയുടെ 88-ാം മിനിറ്റിൽ മൈക്കിൾ മുറീനയുടെ ഗോളിൽ സ്പെയിൻ വിജയം നേടിയെടുത്തത്. ബെൽജിയത്തെ 2-1 തോൽപ്പിച്ചാണ് ക്വാർട്ടറിൽ സ്പെയിനിന്റെ മുന്നേറ്റം. ആദ്യ പകുതിയിൽ ഇരു ടീമും ഓരോ ഗോളുകളുടെ സമനില പങ്കിട്ടിരുന്നു. 4-2-3-1 ഫോർമേഷനിലാണ് സ്പെയിനും ബെൽജിയവും ബൂട്ടണിഞ്ഞത്. കെവിൻ ഡി ബ്രൂയിൻ നയിക്കുന്ന ബെൽജിയത്തിന്റെ സ്റ്റാർട്ടിംഗ് 11-ൽ റൊമാലു ലുക്കാക്കുവിനെ പതിവ് പോലെ ഉൾപ്പെടുത്തിയിരുന്നില്ല. കളി മികവിൽ തുടക്കം മുതൽ സ്പെയിനിന്റെ ആധിപത്യമാണ് കണ്ടത്. എന്നാൽ ലഭിച്ച അവസരങ്ങളെ നന്നായി മുതലാക്കാൻ ബെൽജിയത്തിന് സാധിച്ചുവെങ്കിലും മൈക്കൽ മുറീനോ സ്പെയിനിന് വിജയം സമ്മാനിച്ചു. സ്പെയിൻ സെമി ടിക്കറ്റ് നേടിയെടുത്തതോടൊപ്പം വമ്പനൊരു റെക്കോർഡുമാണ് കുറിച്ചത്. തോൽവി അറിയാതെ 36 മത്സരങ്ങളാണ് സ്പെയിൻ പൂർത്തിയാക്കിയത്. പുരുഷന്മാരുടെ ഫുട്ബോൾ ചരിത്രത്തിൽ തോൽവി അറിയാതെ കൂടുതൽ മത്സരം എന്ന റെക്കോർഡിൽ അർജന്റീനയ്ക്കൊപ്പം 2ാം സ്ഥാനക്കാരായി മാറാൻ സ്പെയിന് സാധിച്ചു. 2019-നും 2022-നും ഇടയിലാണ് അർജന്റീന 36 തുടർ വിജയങ്ങൾ നേടിയത്. സ്പെയിന് മുന്നിലുള്ളത് ഇനി ഇറ്റലി മാത്രമാണ്. 2018-2021 കാലയളവിൽ 37 ജയങ്ങളാണ് ഇറ്റലി നേടിയത്. ഈ റെക്കോർഡിനൊപ്പം എത്താൻ സെമിയിൽ ഫ്രാൻസിനെ സ്പെയിൻ തോൽപ്പിക്കേണ്ടതായുണ്ട്. എന്നാൽ ഇതിന് സാധിക്കുമോ എന്നതാണ് കണ്ടറിയേണ്ട കാര്യം. ഇത്തവണത്തെ ലോകകപ്പിൽ ഏറ്റവും മികച്ച മത്സരമായി ഈ സെമി പോരാട്ടം മാറിയേക്കാം. സെമിയിൽ ഫ്രാൻസിനെ ഒരു വെല്ലുവിളിയായി കാണുന്നില്ലെന്ന് സ്പെയിനിന്റെ യുവ സൂപ്പർ താരം ലാമി യമാൽ പറയുമ്പോഴും കാര്യങ്ങൾ അങ്ങനെയാകില്ലെന്ന് ഉറപ്പാണ്. ബെൽജിയത്തിനെതിരായ മത്സരത്തിലൂടെ പ്രധാനപ്പെട്ട ഒരു റെക്കോർഡും യമാൽ സ്വന്തം പേരിലാക്കിയിട്ടുണ്ട്. 18 വയസ്സും 363 ദിവസവും പ്രായമുള്ള യമാൽ 6 മത്സരങ്ങൾ ഫിഫ ലോകകപ്പിൽ കളിച്ചു കഴിഞ്ഞു. 19 വയസ്സിന് മുമ്പ് ലോകകപ്പിൽ കൂടുതൽ മത്സരം കളിക്കുന്ന താരമായി യമാൽ മാറി. നോർത്തേൺ അയർലൻഡിന്റെ നോർമാൻ വൈറ്റ് സൈഡിന്റെ 5 മത്സരങ്ങളുടെ റെക്കോർഡാണ് യമാൽ തകർത്തത്. ഇത്തവണത്തെ ഗോൾ വേട്ടക്കാരിൽ വലിയ സാന്നിധ്യമായി മാറാൻ യമാലിന് സാധിച്ചിട്ടില്ല. എങ്കിലും വിങ്ങുകളിലൂടെ മികച്ച കുതിപ്പ് നടത്താൻ യമാലിന് സാധിക്കുന്നുമുണ്ട്. സെമിയിലും യമാലിന്റെ മികവ് സ്പെയിന് നിർണായകമാകും. ബെൽജിയം മികച്ച ആക്രമണം കാഴ്ചവെച്ചെങ്കിലും സ്പെയിനെതിരെ മികച്ച പ്രതിരോധമാണ് പുറത്തെടുത്തത്. ബെൽജിയത്തിന്റെ ഗോളി തിബൌട്ട് കോർട്ടോയിസ് 71-ാം മിനിറ്റിൽ പരിക്കേറ്റ് പുറത്തായത് ബെൽജിയത്തിന് തിരിച്ചടിയായി മാറി. കോർട്ടിയോസിന് പകരം എത്തിയ ഗോളി സെന്നി ലമാൻസിന്റെ പിഴവിലാണ് സ്പെയിനിന്റെ സൂപ്പർ സബായ മൈക്കിൾ മുറീനോ ഗോൾ നേടിയത്. ലമാൻസ് പന്ത് കയ്യിൽ ഒതുക്കാതെ പോയപ്പോൾ റീബൗണ്ടായ പന്തിൽ നിന്നാണ് ഗോൾ പിറന്നത്. ബെൽജിയം ക്യാപ്റ്റൻ കെവിൻ ഡി ബ്രൂയിന്റെ മോശം ഫോം ടീമിനെ ബാധിച്ചു. മധ്യനിരയിൽ പ്രതീക്ഷിച്ച പോലൊരു കുതിപ്പ് നടത്താൻ ഡി ബ്രൂയിന് സാധിക്കാതെ പോയി. 86-ാം മിനിറ്റിലാണ് ഡി ബ്രൂയിനെ പിൻവലിക്കുന്നത്. ഇത് അല്പം നേരത്തെ ആയിരുന്നെങ്കിൽ ബെൽജിയത്തിന് തിരിച്ചുവരവ് സാധ്യതകളുണ്ടായിരുന്നു. എന്നാൽ ഇത്തരമൊരു നീക്കത്തിന് പരിശീലകൻ തയ്യാറായതുമില്ല. അവസാന സമയത്ത് ബെൽജിയം ചില മികച്ച മുന്നേറ്റങ്ങൾ നടത്തിയപ്പോൾ സ്പാനിഷ് പ്രതിരോധം ഒന്ന് വിറച്ചെങ്കിലും എന്തായാലും ഭാഗ്യം പിന്തുണച്ചു. ഇനി സെമിയിൽ കിലിയൻ എംബാപ്പയുടെ ഫ്രാൻസിനെതിരെ ഇതേ കുതിപ്പ് നടത്താൻ സ്പെയിന് സാധിക്കുമോ എന്നതാണ് കണ്ടറിയേണ്ട കാര്യം.